ഹലോ ഗായ്സ്, മോക്സ് ബൈ തുമ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് തുമ്പിയല്ല, ഇവിടെ നമ്മളിന്ന് അപ്പണ്ണന്റെ വീട്ടിലോട്ട് പോകും. അപ്പിയുടെ, അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലോട്ട് പോകാണ്. ഇന്ന് അവിടെ കസിൻസ് എല്ലാം കൂടി എന്തോ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ അപ്പണ്ണന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഞാൻ എന്തൊക്കെയുണ്ട് എന്ന് കാണിച്ചു തരാം ഗൈസ്. വെയിറ്റ്. അങ്ങനെ നമ്മളിതാ കസിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഓൾറെഡി നമ്മുടെ കസിൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചിക്കനൊക്കെ വാങ്ങിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം വൃത്തിയാക്കി നമ്മളെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ്. അൽഫാം സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് മസാലയൊക്കെ തേച്ച് 1 മണിക്കൂർ വെച്ചു. 1 മണിക്കൂർ വെച്ച സമയത്തിന് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം കനലിട്ട്. നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്യുന്ന ടൈമിന് കുറച്ച് കുഞ്ഞു പിള്ളേരുണ്ട്. അവരെല്ലാവരും കൂടി കണ്ണ് കെട്ടിക്കളി, ഷട്ടിൽ ബാറ്റ്, അങ്ങനെ കുറച്ച് കലാപരിപാടികൾ പുറത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവം കനലിട്ട്. പക്ഷെ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾക്കിത് എങ്ങനെ കത്തിക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. സോ കുറേ കനൽ വെറുതെ പോയി. ഒരു വിധം ഞങ്ങൾ ഫാനും പിള്ളേരുടെ എക്സാം ബോർഡും ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ കത്തിച്ചിട്ട് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു റീലും കൂടി ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒരു രസം പോലെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അൽഫാം ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് മഴ പെയ്തു. നമ്മൾ ഗേൾസ് എല്ലാം കൂടി ടാർപ്പയൊക്കെ പിടിച്ചിട്ടാണ് പിന്നീട് അൽഫാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആകെ 4 ആൺപിള്ളേരെ ഉള്ളായിരുന്നു. അവര് ജസ്റ്റ് പുറത്തെ പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് പൊറോട്ടയൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പോഴത്തേക്കും നമ്മൾ ടാർപ്പയൊക്കെ പിടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു പരിപാടി ഒരു 3-3:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ചിക്കൻ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഒരു 8:30 ആയി കാണും. അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കഴിക്കാൻ പോവാം. അവസാനം നമ്മൾ ഇലയൊക്കെ വെട്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ പൊറോട്ടയും അൽഫാമും ഒക്കെ കഴിച്ച് ഇനി നമുക്ക് കുറച്ച് പാട്ട് കലാപരിപാടി നടത്താം. അങ്ങനെ നമ്മൾ അന്താക്ഷരി കളിക്കാൻ പോവാണ്. A team B team. അങ്ങനെ 2 സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഹലോ വാഴും ദേവിയല്ലോ നീ. വീണ്ടും മായോ മേലാക്കുപോലെ
ഈയോ ആ ഈറൻ കാറ്റ് പായോ പാടിയെന്ന പിന്നെ അങ്ങനെ നമ്മുടെ കലാപരിപാടിയില് ആരും തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു 10-10:30 ഓൾമോസ്റ്റ് ഒരു 10:30 ആയപ്പോഴത്തേക്കും കലാപരിപാടിയൊക്കെ നിർത്തി നമ്മൾ പോകാൻ റെഡിയായി. ആ ടൈമിന് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും പതുക്കെ വീട്ടിലോട്ട് പോയി.